ഹായ് പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കരുതും കുറേ ദിവസമായിട്ട്, കുറേയധികം മാസങ്ങളോളമായിട്ട് നമ്മൾ തീരെ കണ്ടിട്ടില്ലല്ലോ, എന്താണ് പുതിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരാത്തത്. ഇപ്പോൾ പുതിയ പണിയൊക്കെ തുടങ്ങി. ഇനി പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗ്, തൊഴിലുറപ്പിൻ്റെ പ്രത്യേക ഗ്രാമസഭകളൊക്കെ ചേർന്ന് പല സ്ഥലങ്ങളിലും. അപ്പോൾ എന്തായാലും കാലവർഷം അതിശക്തിയായി തകർത്ത് പെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ പണികളൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ തുടങ്ങി കുറച്ച് പണികളൊക്കെ ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 10-30 പണികളിൽ കൂടുതലൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ പുതിയ വിശേഷങ്ങൾ, നമ്മളെ ഈ വർഷത്തെ 2025-26 വർഷത്തെ നമ്മുടെ പുതിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് പുതിയ വിവരങ്ങളുമായിട്ട് ഞാനുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ പറയാനുള്ള പ്രത്യേക കാരണം, കഴിഞ്ഞ വർഷം കുറച്ച് മേറ്റുമാർക്ക്, കുറച്ച് ആൾക്കാർക്കൊക്കെ 700 രൂപയൊക്കെ എടുത്തിട്ട് ആൾക്കാരില്ലാത്തത് കൊണ്ട് കുറച്ച് പേർക്കൊക്കെ പൈസ കിട്ടാത്ത അവസാനം എത്തുമ്പോൾ തൊഴിലാളികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു പോയിട്ട് പൈസ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ വരുമ്പോൾ അവർക്ക് തൊഴിലാളികളുടെ പൈസയും കിട്ടില്ല, മേറ്റിൻ്റെ പൈസയും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഓരോ സൈറ്റുകളും കൃത്യമായിട്ട് അളവെടുത്തതിന് ശേഷം മാത്രം തൊഴിലാളികളുടെ എണ്ണം തിട്ടപ്പെടുത്തിയതിന് മാത്രമേ മേറ്റിൻ്റെ സ്പെഷ്യൽ 700 രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള മേറ്റിൻ്റെ ഇതിലേക്ക് വർക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. തൊഴിൽ ദിനങ്ങൾ ഇത്ര എണ്ണം, അതായത് 120 ആണെങ്കിൽ 120 ഉണ്ടായാൽ മാത്രമേ നമുക്ക് മേറ്റിൻ്റെ 700 രൂപ എന്നത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്ന ആദ്യം തന്നെ ഏകദേശം നമ്മുടെ ദിവസം ഇത്ര പേര് വേണം, നമ്മുടെ അതിൽ തൊഴിലാളികൾ ഇത്ര പേര് വേണം എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ഉണ്ടെങ്കിൽ മാത്രം മേറ്റ് സ്കില്ല് ആയിട്ടുള്ള മേറ്റിൻ്റെ പേര് കൊടുക്കുക. അല്ലെങ്കിൽ മേറ്റ് സാധാരണ തൊഴിലാളികളെ പോലെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള കൂലി കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ എഴുതും കിട്ടില്ല. എന്തായാലും ശരി, നമുക്ക് ഈ വർഷത്തെ പുതിയ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.